എറണാകുളം മണ്ഡലമല്ല, ഞാൻ ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടർ മലപ്പുറം തന്നെ നോർത്തും സൗത്തും എംപാനൽ രണ്ടിലും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. ഇത് നേരത്തെ എടുത്തിരുന്നോ ഈ ലൈസൻസ്? എത്ര വർഷമായി? ഇത് ഇപ്പോ പിന്നെ 3 വർഷം കഴിഞ്ഞു. 3 വർഷമായിട്ട്. നാലാമത്തെ വർഷം. ഈ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇത് ഒരു ക്രൈസാണ്. ചെറുപ്പത്തില് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ വലുതാവുമ്പോഴും എല്ലാവർക്കും ഒരു ഹണ്ടർ ആവണം, അല്ലെങ്കിൽ തോക്ക് കയ്യിൽ പിടിക്കണം, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ചെറുപ്പം മുതലേ പിന്നെ ഓരോരുത്തർക്ക് ഓരോതല്ലേ. വലിയപ്പൊക്കെ ഭയങ്കര ഷൂട്ടറാന്നൊക്കെ പറഞ്ഞു കേട്ടു. അവർ വീട്ടിലൊക്കെ ചെറുപ്പത്തിലെ തോക്കൊക്കെ കണ്ടിട്ടുണ്ട്. എയർഗണ്ണ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഉപ്പാന്റെ എയർഗണ്ണുണ്ടായിരുന്നു. അല്ലാതെ തോക്കൊന്നുമില്ല. എയർഗണ്ണുമായിട്ട് ഉപ്പൊക്കെ ചെറുപ്പത്തിൽ കൂടെ പോവാറൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഇതിന് പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ ട്രെയിൻഡ് പട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെ പരിശീലിപ്പിച്ചെടുത്ത് അതിനെ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു സഹായം എങ്ങനെയാ? എത്രയൊക്കെയാണ് നിങ്ങൾക്ക്? എന്താണ് അതിൻ്റെ ഒരു കാരണം? ട്രെയിൻ ഡോഗ്സ് കൊണ്ടുപോകുമ്പോൾ അവർ പകല് പോകുമ്പോഴാണ് സാധാരണ ആൾ കൊണ്ടുപോകും. പകല് പന്നികളൊക്കെ ഈ കുറ്റിക്കാടുകളിലൊക്കെ ഒളിച്ചിരിക്കാറ്. പകല് സമയത്ത് പുറത്തിറങ്ങില്ല. അപ്പോൾ അവരെ ഈ കാടുകളിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോഗ്സിനെ കൊണ്ടുപോകുന്നത്. അത് പൊതുവെ കുറച്ച് റിസ്ക്കുള്ള ഇതാണ്. ഡോഗ്സ് പകലാകുമ്പോൾ ആളുകൾ ഇത് നടക്കുമ്പോൾ ആളുകൾ പിന്നിക്കൂടും ചില പല സ്ഥലത്തും. അപ്പോൾ നമുക്ക് സ്വസ്ഥമായി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പകലാകുമ്പോൾ ഉണ്ട് ചില സ്ഥലത്ത്. പന്നികളെ പിടികൂടുമ്പം അത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് ഇതിനെതിരെ കുറെ സ്ഥലത്ത് വിമർശനം ഇതൊക്കെ ആയിട്ട് വരുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പന്നികൾ ഇതിങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. വർദ്ധിച്ചു വരുമ്പോൾ ശരിക്കും ഇപ്പം ഭക്ഷ്യയോഗ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് പന്നി. പക്ഷെ അതൊരു വന്യജീവി മൃഗത്തിൽ കാട്ടുപന്നികളെ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വന്യജീവി പെടുന്നത് കൊണ്ട് അത് നമ്മൾക്ക് സംസ്കരിക്കാൻ പറയുന്നു. പക്ഷെ ഈ അർത്ഥത്തിൽ ഇതിന്റെ വർധനമാണോ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതൊരു കുറഞ്ഞു വരുന്നതായിട്ടാണോ അനുഭവപ്പെട്ടിട്ടുള്ളത് പന്നികളുടെ എണ്ണത്തിൽ? പന്നിശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നാട്ടുപ്രദേശത്ത് വരെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് പിന്നെ ഫോറസ്റ്റ് ഉള്ളത് 7 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടെ ഈ അപ്പുറത്ത് പോലെ കടലോര മേഖലയിൽ വരെ പന്നി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കണം. ഇത് നിയമത്തിന് നൂലാമാല കൊണ്ട് ആരും പണ്ടൊക്കെ നായാട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ അത് നിയമം കർശനമായതുകൊണ്ട് ആരും എല്ലാവരും ഇതിന്റെ പേടി കൊണ്ട് ആരും ഇതും ചെയ്യുന്നില്ല. ഇതിപ്പോ കാടിന്റെ വ്യാപ്തിയാണോ വർദ്ധിച്ചിട്ടുള്ളത്, അല്ല നാട്ടുകാർ കാടിലേക്ക് പ്രവേശിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഇപ്പൊ വർദ്ധിപ്പിച്ചിട്ടുണ്ട്? എന്താണ് അതിന്റെ ഒരു കണക്ക്? എങ്ങനെയാണ് നാടിന്റെ വ്യാപ്തി? ഫോറസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ടൊക്കെ ഫോറസ്റ്റിന്റെ വിഷയമല്ല ഇത്. നാട്ടിൽ ഇറങ്ങിയിട്ട് നിയമത്തിന്റെ നൂലാമാല കൊണ്ട് ജനങ്ങൾ ഇതിനെ കൊല്ലാനും ഇതാക്കാൻ പിടിക്കാനും നിന്നിട്ട് ഫോറസ്റ്റിന്റെ വിസ്തീർണം കൂടിയിട്ടുണ്ട്. ഫോറസ്റ്റിലല്ല, ഫോറസ്റ്റ് സർക്കാർ കാടുകളിലല്ല. ഈ പ്രൈവറ്റ് വ്യക്തികളുടെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് കാട് പിടിച്ച് കിടക്കുന്നതും വൃത്തിയാക്കാത്തതും കാര്യം, കൃഷി ഇറക്കാത്തത്, ഈ ശല്യം കാരണം കൃഷി ഇറക്കാതൊക്കെ അവർക്ക് ഒന്നുകൂടി സൗകര്യവും രാത്രി നിൽക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ. അല്ല, അത് ചില ഇതിന്റെ ഇത്തരം സംഘടനകൾ ആരോപിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കാട് കൈയടക്കുന്നത് കൊണ്ട് അവരെ ഒരു ടെറിട്ടറിയിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങേണ്ടി വരുന്നതാണെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മൃഗങ്ങളെ പെരുപ്പം തന്നെയാണ് കാരണം. ഇത് ക്രമാതീതമായി വർദ്ധിക്കണം. മൃഗങ്ങൾ ഇഷ്ടം പോലെ ആയില്ല. ഇപ്പൊ എല്ലാ മൃഗങ്ങളും നാട്ടിൽ ഇറങ്ങാറുണ്ട്. അല്ലെ ഇവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു പുല്ലിനെ പിടിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ പന്നി തന്നെയല്ലേ. ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഒരു 5-6 മാസം മുമ്പ് ഇവിടെ കാരപ്പള്ളി സ്ഥലത്തുനിന്ന് പുലി ആടിനെ കൊന്നു പറഞ്ഞു. അപ്പോൾ ഇവർ വ്യത്യാസം അവിടെ തിരിച്ചു 8 മണിയപ്പോൾ പുലി അതിൽ പിടിക്കും. ഇവരൊന്നും പുലിനെ കുറച്ച് മുമ്പ് കാട്ടുപോത്ത് വന്നു. ഇവരൊന്നും അങ്ങനത്തെ സാധനങ്ങളെ കാണാത്ത കാട്ടുപോത്തിനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ കറങ്ങിയാണ് തിരിച്ചു പോയി. ഇതൊന്നും അതായത് അടുത്ത കാടുകളിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കാത്ത സർക്കാർ തലത്തിൽ അതൊന്നുമില്ല. ഇവര് സർക്കാരിന്റെ ഒരു പഴയ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ പിടിച്ചെന്റെ എപ്പോഴും നിൽക്കും. അത് ചില ഈ വന്യജീവിയാണ്, അതിനെ കൊല്ലാൻ പാടില്ല. കാരണം വന്യജീവിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അതിപ്പം പെരുകി മനുഷ്യന് ഭീഷണിയായി തുടങ്ങി. എന്നാലും ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്താനും ഒരു സർക്കാരും തയ്യാറാണ്. അതായത് ഇതിന്റെ വർധനവിന് വേറെ തരത്തിലുള്ള റീലൊക്കേഷനോ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നാട്ടുകാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളും ഈ മൃഗങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിന് വർഷത്തിൽ ഓരോ സീസൺ ഉണ്ട്. ആ സീസണിൽ ഇത്ര എണ്ണത്തിന് കള്ളി ചെയ്യാന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അതായത് അതാത് സീസണിൽ വർദ്ധിക്കുന്ന സമയത്ത് വേട്ടയാടാനുള്ള അനുമതി ചെയ്യാറുണ്ട്. ഇവിടെ കുറെ കാലത്തിന്റെ മുറവിളിക്ക് ശേഷമാണ് ഇപ്പൊ ഈ പന്നിയെ കൊല്ലാനുള്ള തന്നെ വിഷയങ്ങൾ ഇപ്പോൾ സർക്കാർ അതന്നെ
വെടിവെച്ച് കൊന്നതിന് ശേഷം പിന്നെ അത് മണ്ണെണ്ണ വെച്ച് സംസ്കരിക്കണം എന്നൊക്കെ. ഇത് ആൾക്കാർ ഭക്ഷിക്കാൻ കൊടുക്കാൻ പറ്റില്ല. കാരണം പറയുന്നത് ഇത് വന്യജീവിയാണ്, വന്യജീവിനും ഭക്ഷിക്കാൻ പാടില്ല. വന്യജീവി ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ജീവി തന്നെയാണ് പന്നി. അപ്പോൾ ഇതിനപ്പം ഭക്ഷിക്കാകുമ്പോൾ കുറ്റമാണ്. നിലവിലുള്ള നിയമത്തിലെ കുറ്റക്കാരാണ്. അപ്പോൾ നിയമം മാറ്റി ചെയ്താതെ ഇതെന്തായാലും ഇതാക്കാൻ പറ്റും. അതെ, എംപാനൽ ഷൂട്ടറിനുള്ള ഒരു അനുഭവ പരിചയത്തിൽ ഒരു താങ്കളുടെ അഭിപ്രായം എന്താ? ഇത് ഭക്ഷ്യയോഗ്യ ആക്കിയാലാണോ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ്? ഇത് കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. മുസ്ലിങ്ങൾക്ക് അത് കഴിക്കാൻ പാടില്ലാത്ത, വേറെ എല്ലാവർക്കും കഴിക്കാമല്ലോ, കഴിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കിത് ലീഗലി കൊടുക്കാം. വേറെ രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ ഒന്നുകിൽ ഒരു പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടറിൻ്റെ ഇട്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ മൃഗശാലകൾക്ക് എത്രയോ ഭക്ഷണം വാങ്ങേണ്ട ആവശ്യമില്ല, മീറ്റ് വാങ്ങണ്ടേ. അതിന് പകരം ഇവർക്ക് ഇത് കളക്ട് ചെയ്താണ്ട് കൊണ്ട് കൊടുക്കാറുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ പാമ്പുകളെ പിടിക്കുക, ഇത്തരം പാമ്പിനെ പിടിക്കാറുണ്ട്. ഫോറസ്റ്റിന്റെ അംഗീകൃത റെസ്ക്യൂറാണ് മലപ്പുറം ജില്ലയിൽ. അങ്ങനെ ധാരാളം വിളികൾ വരാറുണ്ടോ? നാട്ടിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ ഇവിടെ അത്തരത്തിലുള്ള പാമ്പുകളുടെ ശല്യം അല്ലെങ്കിൽ മലമ്പാമ്പുകൾ, സർപ്പങ്ങൾ അത്തരത്തിലുള്ള ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഫസ്റ്റ് വിളി എനിക്ക് വരും. അത്തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാമ്പ് കടി ഇടക്ക് ദുർലഭമാണ്, ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മളെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂർ എന്ന ആളുടെ പാമ്പ്. ഇതിന്റെ കൂടെ തന്നെ പിന്നെ ഓരോരോ നാട്ടിലും അല്ലെങ്കിൽ സുഹൃത്തുക്കള് അല്ലെങ്കിൽ കുടുംബക്കാര് ഇവരുടെയൊക്കെ ഞാൻ ഒരു പ്രത്യേകത കണ്ടത് ജന്മദിനത്തിന് ഒരു തൈ അവരുടെ അത് കുറച്ചായിട്ട് കൊടുക്കാറില്ല. കുറച്ച് കാരണം തൈകള് കുറച്ചുള്ള സ്റ്റോക്കായി അത് ഒരു 8 വർഷം മുകളിലായി തുടങ്ങിയിട്ട്. അങ്ങനെ ഇങ്ങനെ ഈ എന്താ വെച്ചാൽ അന്നൊക്കെ അങ്ങനെ ചിന്ത അതായിരുന്നു, മരങ്ങൾ ആൾക്കാർ നശിപ്പിക്കാനെന്നുള്ള തോന്നിയപ്പോൾ നമ്മൾ വിശേഷ ദിവസങ്ങൾ തൈ കൊടുത്ത് അവർ അല്ലാതെ നമ്മൾ വെറുതെ കൊണ്ട് കൊടുത്ത കാര്യമില്ല. അവരെന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ പിന്നെ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ, വീടിൻ്റെ ഇപ്പം നമ്മളെ വീടിൻ്റെ കുട്ടികൾ അങ്ങനെ തന്നെ പോകുമ്പോൾ ഞാൻ തൈകൾ വാങ്ങി കൊടുക്കാം. അതായത് സ്വന്തമായിട്ട് തൈകളെ നന്നാക്കി എടുത്തിട്ട് അത് തന്നെ നമ്മളിപ്പം കാടുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഉണ്ടാവണം, അത് തന്നെയാണ് പ്രകൃതിക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു എംപാനൽ ഷൂട്ടർ എന്ന നിലയിലാവുമ്പോഴും ഇത് ബാലൻസിങ്ങിന് അനിവാര്യം. അത് ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറെ പക്ഷികള് ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന വേറൊരു ഭാഗത്ത് കുറെ തരം പക്ഷി അതിൽ ചെയ്യുന്നത് പന്നിയാണിപ്പോ കൃഷിക്ക് ഇതായി നിൽക്കുന്നത്. പന്നി മാത്രമാണ്, പന്നിയാണ് കാര്യമായിട്ടുള്ളത്. ഉണ്ട്, പിന്നെ ഉണ്ട്, കുരങ്ങുണ്ട്, മയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ല, വെക്കാനുള്ള ഓർഡർ കാര്യങ്ങളൊന്നും. കുരങ്ങൊക്കെ ഭയങ്കര ശല്യമാണ്. കുരങ്ങൊക്കെ തേങ്ങ ഇവിടെയൊക്കെ വന്നാൽ തേങ്ങ കൂട്ടം വന്നാൽ കംപ്ലീറ്റ് തേങ്ങ ഇട്ടിട്ട് അത് അസുഖം. മയിലുകളും കൃഷി മുളച്ച് വന്ന് നമ്മൾ ഇപ്പോൾ പച്ചക്കറിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് കുത്തി പറിച്ച് പിന്നെ നേന്ത്ര ഇതൊക്കെ അല്ലേ ഓരൊക്കെ കാഴ്ച കളയാൻ മുകളിൽ കയറിയിട്ട് കുത്തി അതൊക്കെ കപ്പ വരെ മാന്തി ഇതാക്കുന്നുണ്ട്. മയിലുകളൊക്കെ നല്ലോണം വ്യാപിച്ചെടുക്കണം. കാട്ടിലൂടെ പോകുമ്പോഴേ ഈ ആന, മാന് ഇത്തരം മൃഗങ്ങളൊക്കെ കാണാറുണ്ടോ? റോഡുകളിലൊക്കെ ഇറങ്ങിയതായിട്ടൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നത് കാണുന്നുണ്ടല്ലോ. അത് നമ്മളെ ഈ പരിസരത്തൊന്നും ഇല്ല. മാനൊന്നും. ആന ഒരു 5-6 കിലോമീറ്റർ അപ്പുറം മമ്പാട് ആ ഏരിയയിലൊക്കെ നല്ല ആനശല്യം. കുറച്ച് മുമ്പ് ഒരു ആന ഒരു ചെറിയ കൊന്നു. അങ്ങനെ പ്രശ്നങ്ങൾ അതിന് കാട് അടുത്തുണ്ട്. അപ്പോൾ കാട്ടുന്നൊരു വരുവാണ് അവിടെയൊക്കെ കൃഷിയിറങ്ങി ഇറങ്ങാൻ പകല് രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ പന്നിനെ വീഡിയോക്കെ പോകുന്ന ടൈമിലൊക്കെ കാണാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ സുരക്ഷ എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക? അവര് പൊതുവെ ലൈറ്റ് അങ്ങനെ അടിച്ചാൽ അവര് വരാൻ സാധ്യത കുറവാണ്. നമ്മൾ മാറിപ്പോവാറുണ്ട്. അതിന്റെ പ്രതിരോധങ്ങളൊക്കെ അറിയാലേ. അതുപോലെ തന്നെ പന്നി വെടി കൊണ്ടു കഴിഞ്ഞാൽ വെടി കൊണ്ടാൽ നേരെ വരും. ചിലപ്പോൾ എൻ്റെ ബൈക്കിനെ ഇടിച്ചിട്ട് ബൈക്കിന്റെ ഇതൊക്കെ പൊട്ടി പന്നി വെടി കൊണ്ടാൽ ചിലപ്പോൾ നേരെ വന്ന് നമ്മളടിക്കും. അതായത് ഈ ഒരു പരിചയത്തിൽ തന്നെ ഓരോ മൃഗങ്ങളോടും എങ്ങനെ പെരുമാറേണ്ടതെന്നൊക്കെ പഠനം സ്വായത്തമാക്കിയിട്ടുണ്ട്. അത് അനുഭവത്തിലൂടെയാണല്ലോ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ കുറച്ച് നമ്മള് ഫ്രണ്ടിന്റെ പന്നി കടിച്ചിട്ട് കൈ ഇവിടെ ഇതൊക്കെ ഇതായി ഇപ്പോൾ സുഖമായി വരുന്നുള്ളൂ. പന്നി വെടികൊണ്ട് പന്നിന്റെ അടുത്ത് ചെന്നാണ് പന്നി ചാടി കടിച്ച് കൈന് ഭയങ്കരമായിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്യുന്നു. കൈൻ്റെ അനുഭവം ഇത് ബുള്ളറ്റ് പല തരത്തിലുള്ള ബുള്ളറ്റുകളുടെ ഒറ്റ ടൈപ്പ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ബുള്ളറ്റ് പിന്നെ 2 ടൈപ്പാണ്. സിംഗിൾ ബോൾ എന്ന് പറയും. ഒറ്റ ബോളില്ല, വലിയ മൃഗങ്ങളെ കൂടി വെക്കാനുള്ള സിംഗിൾ ബോളുണ്ട്. അതിന് 3-4 വെറൈറ്റി ഉണ്ട്.
പിന്നെ ചിൽത്തര എന്ന് പറയും. അതിൽ പിന്നെ 1-ാം നമ്പർ മുതൽ അങ്ങനെ ചെറിയ പുല്ലില്ല, ചെറിയ പക്ഷികളെ അങ്ങനെ ഇതൊക്കെ വെടിക്കാനാണ്, അലോടല്ല. നിങ്ങൾക്ക് ഈ ഒറ്റ ബുള്ളറ്റാണ്? ആ, ഒറ്റ ബുള്ളറ്റാണ് നമ്മൾ കൊടുക്കും. ഇത് എത്ര നിങ്ങൾക്ക് കിട്ടും ഈ ഒരു വർഷത്തിൽ? ഒരു വർഷത്തിൽ എനിക്ക് 200 100 അപ്പോൾ ഈ ഫോറസ്റ്റിന്റെ കൂടെ പന്നി വെടിക്കാൻ പോകുന്നത് കാരണം അവർ DFO കത്ത് തന്നു അപേക്ഷ കൊടുത്തതിന് പ്രകാരം 200 ആക്കിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 200 നമുക്ക് ശരിക്കും തികയുന്നില്ല. ഇപ്പൊ തികയുന്നില്ല. അത് ചെയ്യാൻ പാടില്ല, നമുക്ക് അങ്ങനെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോ ഈ അപേക്ഷ കൊടുക്കണം, ഒന്നുകൂടി ഇത് കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇരിക്കാം. ഇനിയിപ്പോ അടുത്ത 2 മാസം കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കാനായി. ബുദ്ധിമുട്ടുകളുണ്ട്, പല ലൈസൻസ് പുതുക്കി തരുന്നില്ല. കാരണം പറയുമ്പോൾ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നേരം പോയി. അവര് ഉദ്യോഗസ്ഥ തലത്ത് പറയുന്നത് പിന്നെ പൊതുജനങ്ങളെ എടുത്ത് ആയുധ വ്യാപനം തടയാന്നുള്ളൊരു, അത് അങ്ങനത്തെ ഒരു നിയമം, അങ്ങനത്തെ ഒരു ആക്ടിൽ അങ്ങനെയൊക്കെ പറയണ്ടോ നമുക്കറിയില്ല. അല്ല, അതല്ല നിയമസഭയിൽ ചോദിച്ച ഉത്തരത്തിന് എംപാനൽ ഷൂട്ടർമാർക്ക് അനുമതി കൊടുക്കണം ഈ പന്നി ശല്യം. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പന്നിനെ വെടിവെച്ചിട്ട് സംസ്കരണ വെളിച്ചെണ്ണയിലാണ് മണ്ണെണ്ണയിലാണെന്ന് പുറത്ത് നോക്കണ്ടൊക്കെ പറഞ്ഞില്ലേ. അതിനുശേഷം ഇവര് ആരോ പിടിച്ച്, അതൊക്കെ അങ്ങനെ വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ ഒരു നിയമം ഉണ്ടല്ലോ, നിയമത്തിന് മറികടക്കാൻ ഒന്നുകിൽ നിയമത്തിന് വ്യക്തമായിട്ട് നിയമം നടപ്പിലാക്കണം. അതിന്റെ ഉത്തരവ്, പുതിയ ഉത്തരവ് ഇറക്കിയിട്ട് ഇങ്ങനെയാണെന്നുണ്ട് റിക്കാർഡിക്കലി ചെയ്യണം, അല്ലാതെ വാക്കാൽ പറഞ്ഞുകൊണ്ടായില്ല. അല്ല, ഈ ഉത്തരവിൽ തന്നെ മാറ്റം വരുത്തണം എന്നാണോ? അല്ല, നിലവിലുള്ള ഉത്തരവ് കറക്റ്റ് ആണ്, പക്ഷെ അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണെന്നാണ് എന്താണ് മനസ്സിലാക്കുന്നത്? ഉത്തരവ് എന്ത് കാര്യത്തില്? ഈ പറഞ്ഞ ലൈസൻസ് പുതുക്കുന്നതിലും അല്ലെങ്കിൽ ഉത്തരവ് നോക്കണം. ഇതില് പിന്നെ ഇവര് പൊതുവെ ലൈസൻസ് പുതുക്കി കിട്ടാൻ ഇപ്പൊ പൊതുവെ കൊടുത്താല്, സാധാരണഗതിയിൽ ലൈസൻസ് 2 മാസം മുമ്പ് കൊടുത്താൽ കാലാവധി ഇതിനു മുമ്പ് പുതുക്കി തരും. ഇത് പുതുക്കണമെങ്കിലുള്ളത് പോലീസ് എൻക്വയറിയും വേണം, റവന്യൂവിൻ്റെ എൻക്വയറിയും വേണം. രണ്ടും ഓക്കെ ആണെങ്കിൽ അവർ പുതുക്കി 2 മാസത്തിൽ പുതുക്കി തരും. ഇപ്പോൾ 2 മാസം അല്ല 5 മാസം കഴിഞ്ഞിട്ട് പുതുക്കി തരാതെ ഇപ്പോഴും റിപ്പോർട്ട് കറക്റ്റ് അല്ല, ആൾക്ക് തോക്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെയാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അത് കാരണം എന്താണെന്നല്ല നമുക്കറിയില്ല. ഈ ജോലിയിൽ തുടരാനുള്ള ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾക്കിടയിലും ഈ ജോലി തുടരുന്നതിൻ്റെ ഒരു സന്തോഷം എന്താണ് കുഞ്ഞിപ്പത്തിൽ ലഭിക്കുന്നത്? ഇത് ഒരു തരത്തിൽ സേവനമാണ്. നമുക്ക് കർഷകരെ ഒരു സേവനം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നാട്ടിലൊക്കെ ആകുമ്പോൾ ഇവർ പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കാത്ത ടൈമിൽ കൂടി നമ്മൾ എത്രയോ എണ്ണം വെടിവെച്ചിട്ട് നമ്മൾ സംസ്കരിച്ചിട്ട് പഞ്ചായത്തിന് അവർ അറിയിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. എങ്ങനെ കുഞ്ഞിപ്പഴ തോക്കും അല്ലെങ്കിൽ ഒരു ഹീറോ ലുക്കിലൊക്കെ കാണുമ്പം കൂടുതലുള്ള യുവാക്കളും കുട്ടികളൊക്കെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം മുതലേ ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഇവർ ജനിച്ചു കിടന്നത്. ഇതിനൊക്കെ പോകുന്ന സമയത്ത് കൂടെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ആ, കൂടെ ഉണ്ട്, പിള്ളേരുണ്ട്. അവരെ വിളിച്ചത് നേരത്തെ വരാനുള്ള പിള്ളേർ. ഈ ലൈസൻസ് പുതുക്കാതിരിക്കാൻ നമ്മളെടുത്ത് എന്തെങ്കിലും അത്തരത്തിലുള്ള അബദ്ധങ്ങളോ അല്ലെങ്കിൽ ക്രൈമോ നടന്നിട്ടില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിയമപരമായിട്ട് അങ്ങനെ തന്നെയാണ്. ചെന്നിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ടാണ് ലൈസൻസുകൾ, കുറേ ലൈസൻസുകൾ ഇതാക്കി. അതായത് ഓരോ പഞ്ചായത്തിനും പ്രത്യേകം അനുമതി വാങ്ങിയാൽ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഈ പഞ്ചായത്ത് തലത്തിലായതുകൊണ്ട് ഓരോ പഞ്ചായത്തിനും പ്രത്യേകം നമ്മൾ പിന്നെ ഇതുണ്ടാക്കണം, അനുമതി വാങ്ങണം. 20ഓളം പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇപ്പോൾ ഓൾറെഡി കയ്യിൽ ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ഇനിയും അങ്ങോട്ടൊരു സേവനം എന്നുള്ള നിലക്ക് കർഷകരെ, കൃഷിയിടം സംരക്ഷിക്കുക അല്ലെങ്കിൽ കർഷകരെ സംരക്ഷിക്കുക, നാട്ടുകാരെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അതെ, ഇതിപ്പോ ഇത്രയും കാലം ഇവർ ഇത് ചെയ്യാതെ നമ്മൾ 2 വർഷമായിട്ട് ഇപ്പം ഒരു പഞ്ചായത്തേക്ക് ഇതിന്റെ അനുമതി കൊടുക്കുന്നതിന് ശേഷം പൊതുവെ ഇത് ഒന്നും കിട്ടാത്തത് കൊണ്ടുപോയി നമ്മൾ പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടവണ്ണ, പത്തപ്പേര്, നമ്മളെ ഏരിയയിൽ ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർ, നമ്മളെ വർഷക്കാരുമാണ്. അപ്പോൾ അവർ വിളിച്ച് പറയുമ്പോൾ നമുക്ക് നശിപ്പിച്ച് വായ കുത്തി എന്ന് പറയുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകും. അത് ഏത് രാത്രി വിളിച്ചാൽ പോകാം. ഇപ്പോൾ പാമ്പിനൊക്കെ ചിലപ്പോൾ 2-3 മണിക്കൊക്കെ രാത്രി വിളി വരും. പാമ്പുണ്ട് നിങ്ങൾ വീട്ടിലാണ് വരുമ്പോൾ ഞാൻ പോയി വിളിച്ചാണ്. അതിന് ഒരു സേവനം എന്നല്ല മാത്രമാണ്, അതിന് ഒന്നും പൈസ ഒന്നും തരില്ല, ആൾക്കാരുടെ പൈസ വാങ്ങാറില്ല. അതുപോലെ ഇതിനിടെ മറ്റേ ഒരു പട്ടിയുടെ കഴുത്തില് ഒരു കലം കുടുങ്ങിപ്പോയ സമയത്ത് കുറെ ദിവസം അങ്ങനെ അതൊരു പേപ്പർ ന്യൂസ് കണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് ഞാനത് ഇവിടെ പഠിക്കൽ അവിടെ ഉണ്ട് അന്ന് ഒരു ഫണ്ട് ഓട്ടോറിക്ഷ പറഞ്ഞു. അതെന്നാ വിളിച്ചു ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അത് പോയി
അതിന്റെ പേരത്ത് വലയില്ല ഒന്നുമില്ല. ഞാനത് കണ്ട് അങ്ങനെ ചാടി ഒറ്റപ്പെടുത്തും. പിടിച്ചാൽ പിന്നെയാണ് ഇത് കടിക്കുവോ എന്തോന്ന് അപ്പഴൊന്നും തിരിച്ചു. അതായത് ഈ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് തന്നെ സാമൂഹ്യ സേവനം എങ്ങനെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുനടക്കുന്ന ഒരാളായിട്ടാണ് നാട്ടിലും എല്ലാം കുഞ്ഞിപ്പയെ അറിയുന്നത്. പിന്നെ ഇപ്പൊ ജോലി ചെയ്യുന്ന നമ്മളെ അർണിക്കൽ ഗ്രാനൈറ്റിലെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ അപ്പൊ അതിന്റെ ഓണേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം എനിക്ക് കറക്റ്റ് ചെയ്യുന്ന സമയത്തിന് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചെയ്യുന്ന പെട്ടെന്ന് പിന്നെ ഇടയിൽ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാലും പോകുന്നു അതായത് ആ സ്ഥാപനം അത്തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം വീട്ടുകാരുടെ സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും. ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ജീവന് ഹാനി പറ്റുന്ന രീതിയിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? ഇത് ഉത്തരവ് തരുമ്പോൾ ഇതിൽ പറയുന്നത് ഈ വളർത്തുമൃഗങ്ങൾക്കോ വേറെയുള്ള മറ്റുള്ള അപകടങ്ങളൊക്കെ എല്ലാം ഈ വെടിവെക്കുന്ന ആൾ മാത്രമാണ് ഉത്തരവാദി എന്ന് ഓർഡറിൽ പ്രത്യേകം പറയുന്നുണ്ട്. സർക്കാർ ഫോറസ്റ്റിന്റെ ഓർഡറുണ്ട്, പഞ്ചായത്തിന് ഓർഡറുണ്ട്. അതായത് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ഉത്തരവാദിത്വവും തലയിലല്ല, അതിന് ഒരു സംരക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല, അത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് അത് ഉത്തരവില് കറക്റ്റ് തന്നെയാണ്. നമ്മൾക്ക് പറ്റിയ അബദ്ധങ്ങൾക്കാണ് സംഭവം. പിന്നെ പന്നി വെടികൊണ്ട് തിരിച്ചാക്രമിക്കാൻ വരുന്ന സംഭവം ഉണ്ടാകും. വീടുകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പം ഷൂട്ട് നമ്മൾ വെടികൊണ്ട പന്നി അതേ വേഗത്തിൽ തന്നെ തിരിച്ച് നമ്മൾ ആക്രമിക്കാൻ വരിക, അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്? അത് ചിലപ്പോൾ ചില സമയങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട സംഭവങ്ങളാണ്. ചില സമയങ്ങൾ പിന്നെ ഡബിൾ ബാറിലാണ് ഒരെണ്ണം വെച്ച് രണ്ടാമത്തെ വെടി പെട്ടെന്ന് വെക്കാൻ കഴിയുന്ന ഒരു 2 ബുള്ളറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഇതൊക്കെ രക്ഷപ്പെടും പല സമയത്തും. അതായത് എക്സ്പീരിയൻസിൽ വേഗത്തിൽ ചെയ്യും. രണ്ടാമത് ഷോട്ട് ചെയ്യും. എന്നിരുന്നാലും വണ്ടി രാത്രി സ്കൂട്ടറിലാണ് പോവാം. സ്കൂട്ടറിൽ ഇരുന്നിട്ട് വെടി വെച്ച ഉടനെ പന്നി വന്നിട്ട് സ്കൂട്ടർ ഇടിച്ചു പോയി. അത്തരം അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഒരു ഉത്തരവാദിത്വവും ഫോറസ്റ്റോ ഇല്ല, അതില്ല. അത് ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന്റെ ഉത്തരവാദി വെടിവെക്കുന്ന ആള് മാത്രമാണെന്നുള്ള വ്യക്തമായിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനം. അതായത് കർഷകരെ സംരക്ഷിക്കുക, കൃഷിയിടം സംരക്ഷിക്കുക, അത് കൂടാതെ തന്നെ ജനങ്ങളുടെ ജീവൻ തന്നെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ താങ്കളെ പോലുള്ളവർക്ക് ഒരു ജീവഹാനി പറ്റുന്ന തരത്തില് ബാധ്യതകൾ സംഭവിച്ചാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഏറ്റെടുക്കേണ്ടതല്ലേ അവരെ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ അവർക്ക് വരുന്ന ചികിത്സാ ചെലവ് ഇതൊക്കെ. അല്ലാതെ ഇപ്പൊ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എംപാനൽ ഷൂട്ടറുടെ ഉത്തരവാദിത്വത്തിൽ എല്ലാം ചെയ്യണം. അതങ്ങനെ ഉത്തരവ് ഉണ്ടെങ്കിൽ കൂടി താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ഇത്തരം സാമൂഹ്യ പ്രവർത്തനം അവരെ ഏറ്റെടുക്കേണ്ടതല്ലേ? അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, അപകടങ്ങൾ സംഭവിച്ചാൽ ഇപ്പം നിങ്ങളെ ജീവിതം പോലും അതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തമെങ്കിലും അവരെ ഏറ്റെടുക്കണ്ടേ? എടുക്കുമെന്ന് അറിയില്ല. അത് ഓർഡറിൽ അങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. എന്നാലും അത് ചെയ്യേണ്ടതാണ്. ഉത്തരവിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാ റിസ്ക് ചെയ്യണം. ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാരും ഉത്തരവാദി അല്ലാന്നാണ് ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ വളർത്തുമൃഗങ്ങൾക്കോ ജനങ്ങൾക്കോ ആർക്കും ഭീഷണി ആണെങ്കിൽ കൂടി അതൊക്കെ വെടിവെക്കുന്ന ആൾ ഉത്തരവാദിത്തത്തിലാണെന്നാണ് ഓർഡറിൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നത്. അത് വെടികൊണ്ട ഒരു പന്നി അല്ലെങ്കിൽ അതേ വേഗത്തിൽ നമ്മളടുത്തേക്ക് വരുമ്പം രണ്ടാമത്തെ വെടി ചിലപ്പോൾ വെക്കാൻ കിട്ടൂല. അപ്പൊ നമ്മളെ ജീവന് തന്നെ അപകടമാകുന്ന രീതിയിലുള്ള ഒരു സന്ദർഭം പലപ്പോഴും പലപ്പോഴും ആ ജീവനിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരു ദിവസം വീണ് പന്നി നേരെ കയറി വന്ന് ഞാൻ മാറിയപ്പോ തടഞ്ഞു വീണു. പന്നി നേരെ വന്നപ്പോ വെടിവെക്കാൻ കഴിയപ്പെട്ടില്ല. പന്നി കണ്ട് തോക്കുണ്ട് ഒരു കുത്ത് കയ്യിൽ തോക്ക് വീണപ്പോ കാഞ്ചി വലിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പോയി ചെയ്തു. അല്ല, ഫോറസ്റ്റും പഞ്ചായത്തും പറഞ്ഞ പ്രകാരമുള്ള ഒരു സർവീസ് ആണല്ലോ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത്തരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എംപാനൽ ഷൂട്ടർമാർ എന്ന നിലക്ക് അതിനുള്ള ഒരു ഉത്തരവാദിത്തം അവരുടെ ഭാഗത്ത് ഉണ്ടാവണ്ടേ? ഉണ്ടാവുന്നാണ് പ്രതീക്ഷ. ഉടനെ പറഞ്ഞാലും ആവശ്യം വന്നാലും അവരുടെ കൂടെ നിൽക്കുന്നുള്ളതാണ്. ലൈസൻസ് പുതുക്കുന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇത് എംപാനൽ ഷൂട്ടേഴ്സ് ഉണ്ട്. ലൈസൻസ് പുതുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ ഷൂട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ ലൈസൻസ് പുതുക്കാത്ത ആൾക്കാരുണ്ട്. ലിസ്റ്റ് ഇപ്പൊ സർക്കാർ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ തന്നെ പുതുക്കി കൊടുക്കാത്ത ആൾക്കാർ. അത് മാസങ്ങളായിട്ട് കൊടുത്തിട്ട് പുതുക്കാത്ത, വർഷങ്ങളായി പുതുക്കാത്ത ആൾക്കാർ. അപ്പൊ ഇത് ആ ഒരു കാര്യത്തിൽ സർക്കാർ ഒരു ക്ലാരിറ്റി വരുത്തുന്നതാണ്. ഷൂട്ടർമാരെ വേണമെന്ന് പറയുമ്പോഴും അവരെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിൽ ഒരു അമാന്തം കാണിക്കുന്നു. അതെങ്കിൽ അതിന്റെ ഉത്തരം പറയണം, അല്ലെങ്കിൽ പുതുക്കി കൊടുക്കാനും ഒരു പരിമിതി സർക്കാർ തലത്തിൽ കാണുന്നില്ല. അപ്പൊ നമ്മള് ഈ യാത്രക്ക് പുറപ്പെടുകയാണല്ലോ, അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ ട്രെയിൻഡ് ഡോഗ്സ് നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ.
നിങ്ങളുടെ കൂടെ ഇതുപോലെ കുറെ സപ്പോർട്ടേഴ്സും ഹെൽപ്പേഴ്സും ഒക്കെ ഉണ്ട്. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. ഇദ്ദേഹം ഇത് സുൽത്താനാണ്. എത്ര നാളായി നിങ്ങളിവിടെ? ഇതിപ്പോ ഒരു 8 മാസം ആയിട്ടുള്ളൂ. ഇതില് കണ്ടോ ഇവിടെ പന്നി കിട്ടിയത് കഴുത്തില് പണി കിട്ടിയെന്ന് വെച്ചാല് കാട്ടിൽ ഓടി വരുമ്പോ പന്നിയാണോ പട്ടിയാണോ അറിയില്ലല്ലോ. അപ്പൊ നമുക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ട് അതിനെ മണി കെട്ടുന്നു. ഇതിന് പുതിയത് കൊടുക്കുന്ന പുതിയ ആൾക്കാരാണ്. കാര്യമായിട്ടുള്ള ഒന്ന് സുൽത്താൻ, ഒരാൾ പാണ്ഡൻ. അങ്ങനൊക്കെ ഇത്ര ദൂരം പോയിട്ട് സ്മെല്ല് പിടിച്ചിട്ട് പോയിട്ട് പിന്നെ പന്നിക്ക് വേണ്ടിയിട്ട് മണം പിടിച്ച് പോയിട്ട് അപ്പൊ നമ്മളെ ഏരിയക്ക് എത്തിക്കാണ്. ജിമ്മി പഴയ ആളാണ്, നമ്മളെ പഴയ ആള്. സന്തോഷമാണ് നമ്മൾ പോവാന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പൊ ഇവര് കടന്നിട്ട് ഇതാക്കുന്നത്. ഇവരൊക്കെ സമയങ്ങളിൽ ഇതിന്റെ ട്രെയിനിങ്ങും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് ട്രെയിനിങ് ആണ് നിങ്ങൾ കൊടുക്കുക? ട്രെയിനിങ് അത് എല്ലാ നായക്കളൊന്നും പറ്റില്ല. അവർക്ക് ഒരു ഇതിന് പറ്റുന്ന നായക്കളത്തിനേ പറ്റുള്ളൂ. അതിന് താല്പര്യമില്ല. ഇവർക്ക് തോക്കെടുത്ത് കണ്ട പിന്നെ അവർക്ക് പോണം. പിന്നെ അവർക്ക് അതിന് ഹാൻഡ്രസ് ഉണ്ട്. അപ്പൊ അവര് അങ്ങനത്തെ ട്രെയിൻസ് ഡോഗ്സിന്റെ കൂടെ പുതിയ ഡോഗിനെ കൊണ്ടായാലും കുറച്ച് താല്പര്യം ഡോഗ് ക്ലിയറാണ്. നമുക്ക് ഒരു ലക്ഷണങ്ങൾ പറയും, പല ലക്ഷണം പറയാറുണ്ട്. അങ്ങനെ ലക്ഷണം നമുക്ക് കണ്ടാൽ പറ്റുന്നുള്ള ഒരു രൂപത്തിലുള്ള മുൻപരിചയത്തിൽ നമ്മൾ കൊണ്ടുവരും. എങ്ങനെ വാങ്ങിക്കാണോ അല്ല കൊണ്ടുവരാണോ? വാങ്ങിക്കും ചെയ്യും. ചിലപ്പോ ഇതേമാതിരി ഫ്രീ അഡോപ്ഷൻ ഉണ്ടാവും, ആരെങ്കിലും വളർത്തിയിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതും നമ്മൾ എടുത്തിട്ട് നേരത്തെ ട്രെയിൻ ചെയ്ത ഡോഗിന്റെ കൂട്ടത്തിലിടുമ്പോൾ ഇനിയിപ്പോ ഈ നമ്മൾ പന്നി ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല? പന്നി ഇന്ന സ്ഥലത്താണ് ഉള്ളത്. പന്നി കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് പിന്നെ കയറി ഇറങ്ങുന്ന വഴി കാണും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളെ കാണിച്ചു തരാം. ചില ഉണ്ടാവുമ്പോ നമുക്കറിയാം അവിടെ ഇതൊക്കെ പന്നി കയറുന്ന വഴിയാണ്. അതായത് ഇവര് നടന്നു വന്ന അടയാളങ്ങളൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഇവരിങ്ങനെ ഇത് പന്നി കയറുന്ന വഴിയാണ്. ഇതിങ്ങനെ ഉള്ളിൽ കയറി പോകുന്ന വഴി. അപ്പൊ ഇതിനുള്ളിലാണ് അവരുണ്ടാവുന്നുള്ളത്. പുതിയതും കാണാനല്ല, മഴ ചെയ്തിട്ട് പോയതാവോ അറിയില്ല. പുതിയ ഷോട്ടൊന്നും കാണാനല്ല. ഈ പന്നി ശല്യം ഇതാക്കാൻ വേണ്ടിട്ട് നമുക്ക് അനുവദനീയമല്ലാത്ത രീതിയിൽ ഇവർ സ്വീകരിക്കുന്നുണ്ടല്ലോ. പന്നി പടക്കം വെക്കുക, അല്ലെങ്കിൽ വേറെ ചങ്ങല പോലുള്ള സാധനങ്ങൾ വെക്കുക. പന്നി നമുക്ക് തന്ന ഓർഡറിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ട് വിഷപ്രയോഗം ചെയ്യാൻ പാടില്ല. വിഷപ്രയോഗം പിന്നെ സ്ഫോടക വസ്തു, പന്നിപ്പടക്കം അങ്ങനത്തെ സംഭവങ്ങൾ വെക്കാൻ പാടില്ല. കറണ്ട് പിടിപ്പിക്കും, കമ്പി വേലി വെച്ചിട്ട് കറണ്ട് വെച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല. അനുവദനീയമല്ലാത്ത രീതികളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വിഷം വെക്കുക, ഷോക്ക് അടിപ്പിക്കുക, പന്നിപ്പടക്കം വെക്കുക. അപ്പൊ ഇതിലേക്ക് ജനങ്ങൾ മുതിരുന്നത് അവരെ കൃഷി നശിപ്പിക്കുന്നതിൽ, അതല്ലെങ്കിൽ അവിടെ വന്നിട്ട് ശല്യപ്പെടുത്തുന്നത് കൂടുമ്പോഴായിരിക്കുമല്ലോ അവരിതൊക്കെ ചെയ്യാൻ മുതിരുന്നത്. അല്ല എംപാനൽ ഷൂട്ടർമാർ ഇല്ലാത്തത് കൊണ്ടാണോ കിട്ടാത്തത് കൊണ്ടാണോ? നമുക്ക് ചെയ്യുന്നതിന് പരിധിയില്ല. എല്ലാവർക്കും വിളിച്ച് പോകാൻ കഴിയില്ല. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എല്ലാം എത്തിപ്പെടാൻ കഴിയില്ല. വേണ്ടത്ര നമ്മൾ ചെയ്യാൻ അതിന് മാത്രം ഷൂട്ടേഴ്സ് ഇല്ല. എല്ലായിടത്തും എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പിന്നെ ഇത് കൃഷി നിൽക്കാതെ നശിപ്പിക്കുമ്പോൾ എന്തെങ്കിലും മാർഗത്തിൽ ഇത് ഇല്ലായ്മ ചെയ്യാൻ നോക്കണം. അപ്പോൾ പിന്നെ പല അപകടങ്ങളും വരുന്നുണ്ട്. കറണ്ട് പിടിച്ച് കുട്ടി കുറച്ച് പുറത്താണ് വൈക്കറവ് മരിച്ച്. പിന്നെ വിഷം വെക്കുമ്പോൾ വേറെ ജീവികൾ തിന്നാണ്ട് ചാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തും ആൾക്കാർക്ക് ഒരു അപായം സംഭവിക്കാൻ സാധ്യത. ഉണ്ടാവും. ഇതിന് എന്തെങ്കിലും പ്രത്യേക സംവിധാനങ്ങളോ അല്ലെങ്കിൽ പരാതി ശല്യം ഒരാൾക്ക് ഇപ്പൊ എന്റെ കൃഷിയിടത്തിൽ വ്യാപകമായ പന്നി ശല്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തരണം എന്ന് പോയി പറയാനുള്ള എന്തെങ്കിലും സംവിധാനം പഞ്ചായത്തിൽ ഇപ്പൊ ഉണ്ടോ? പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്തുകൾ പരാതികൾ കൊടുക്കാം. ഇപ്പോൾ പരാതികളുണ്ട്. ഇപ്പോൾ ഈ കേസ് മാർട്ടായതിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യം നമുക്ക് പരാതി അതായത് മെമ്പർമാരോട് പറയലാണ്. അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിങ്ങൾക്ക് വിളി വരുമോ? വിളിക്കും. ഇന്ന ഏരിയയിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ ആ ഏരിയ ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന വിളികൾ കൂടുതലാണോ? അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ ലോഡ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ നമ്മള് അങ്ങനെ വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാണോ? പട്ടികൾ അവിടെ മുകളിൽ കയറ്റി വിട്ടിട്ടുണ്ട്. കൂടെ അവിടെ ഇങ്ങനെ കാട് തെളിച്ച് വരുമ്പോൾ എന്തെങ്കിലും ചാടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏരിയ സാധ്യതയില്ല. ഇത് ഏതാ ഏരിയ ഏതാ വരുന്നത്? ഇത് പിന്നെ തൃക്കലങ്ങോട്, മലപ്പുറം ജില്ലയില് തൃക്കലങ്ങോട് പഞ്ചായത്താണ്. മുളാട്ടുകുന്ന് സ്ഥലപ്പേര് മുളാട്ടുകുന്ന്. ഇത് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ പിന്നെ
കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് വിൽപ്പന നടത്തിയപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗം കഴിഞ്ഞിട്ടൊക്കെ പോയത് ക്ലിയർ ആണ്. ഇതിങ്ങനെ നല്ലത് വലിയ മരങ്ങളാണ് വെട്ടിയപ്പോൾ കാടായി ഇങ്ങനെ കാടായി. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പട്ടികൾ ഈ കിടക്കുന്ന പന്നികൾ വന്നിട്ട് അത് കുറച്ച് പുറത്ത് അടിച്ചു. അപ്പോൾ പന്നി തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതാണ് സൗണ്ട്, പന്നീൻ്റെ സൗണ്ടായിട്ട്. പന്നി കാടിളക്കുന്ന ഒരു സൗണ്ട് പോലെ നമ്മളിപ്പോ അത് ഒച്ചയിട്ടിട്ട് നായ്ക്കളെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഇത് അപേക്ഷ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ള എത്ര നമ്മളടുത്ത് ഷൂട്ടർമാരില്ല എന്നുള്ളത്. അപ്പൊ ഈ ബുള്ളറ്റ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ബുള്ളറ്റ് 200 ബുള്ളറ്റാണ് ഒരു വർഷത്തിൽ കിട്ടുന്നത്. ഇതിന് എമൗണ്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുന്നുണ്ടോ? എമൗണ്ട് നമുക്ക് ഇവിടെ മലപ്പുറം ജില്ലയിൽ ആർമറി ഇല്ല. അപ്പൊ നമുക്ക് വാങ്ങാൻ ഒന്ന് തൃശ്ശൂർ, എറണാകുളം അല്ലെങ്കിൽ പാലക്കാടൊക്കെ പോകണം വാങ്ങാൻ. അവിടെ നമുക്ക് 150 രൂപ ഒക്കെ ഒരു ചിലവാക്കും വണ്ടി പോയി കൊണ്ടുവരണം. അപ്പൊ അതിന്റെ ചെലവ് നിങ്ങൾ വഹിക്കണം. ഇത് ഇതിനെ പിടിച്ചതായാലും അതിനായിട്ട് എല്ലാ എക്സ്ക്യൂസ് ഇല്ല. അതാണ് എങ്ങനെയാലും അതിന്റെ എങ്ങനെയാലും നമുക്ക് എത്ര കിട്ടുന്ന കൊല്ലത്ത് കിട്ടുന്ന അതേ നമുക്ക് കിട്ടും. ഇതുവരെ 3 വർഷമായില്ലേ പറഞ്ഞ ലൈസൻസ് കിട്ടിയിട്ട്? ഇതുവരെ വെച്ചതിന് കണക്ക് വല്ലതും വെച്ചിട്ടുണ്ട്? എത്ര പന്നികൾ? ഫോറസ്റ്റില് പെർമിഷൻ കിട്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് പന്നിയെ വെടിവെച്ച് ഞാനാണ്. ആദ്യമായിട്ട് വെടിവെച്ചിട്ട് അന്ന് റേഞ്ച് ഓഫീസർ വിനുസാർ കളിയ റേഞ്ച് ഓഫീസർ ആളാണ് അനുമതി തന്നത്. റേഞ്ച് ഓഫീസർ DFOന്റെ ഇതിൽ ആള് വിളിച്ചിട്ടാ തന്നെ. അങ്ങനെ ആള് വിളിച്ച് പിറ്റേ അന്ന് രാത്രി തന്നെ വെടിവെച്ചിട്ട് ആള് വിളിച്ചു. അപ്പോൾ രാവിലെ വരെ കാത്തുക്കാൻ വേണ്ടി പറഞ്ഞു. രാവിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിൻ്റെ മാസ്റ്റർ തയ്യാറാക്കാൻ 2-3 മണിക്കൂർ കൊടുത്തു. കാരണം ഇത് ഇല്ലാത്ത സംഭവമാണ്. അവർക്ക് അതിൻ്റെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചോദിച്ച് കാര്യങ്ങൾ എഴുതി. ഫസ്റ്റ് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഈ സർക്കാർ ഉത്തരവ് പ്രകാരം വെടിവെച്ചാണ്. ഇതുവരെ എത്ര പന്നികളെങ്ങനെ അത് ഫോറസ്റ്റിന്റെ കീഴിൽ 9 മാസം കൊണ്ട് 225ഓളം പന്നി 9 മാസം. അതിൽ നല്ലൊരു സംഖ്യ ഉള്ളവർ കിട്ടിയില്ലെങ്കിലും 1000 രൂപ വെച്ചിട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഉള്ള പൈസക്ക് എന്തായാലും കിട്ടി. പിന്നെ പഞ്ചായത്ത് അതിൻ്റെ ശേഷം ഇതിങ്ങനെ ഒരു നടപ്പിലാക്കാനുള്ള ഒരു പ്രശ്നം നിയമത്തിൽ നൂലാമാലൊക്കെ ആയിട്ട് കുറേ കാലം ലാഗായിട്ടുണ്ട്. പിന്നെ അധികമൊന്നുമില്ല. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ ഒരു 100-150 പന്നികൾ 6 മാസം കൊണ്ട് വെച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളായിട്ട്. എന്നാലും ഒരു 400ന്റെ മുകളിലൊക്കെ ആയി. തന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി. പട്ടി, അതിന്റെ ട്രെയിനർമാർ, ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും അവരുടെ ചെലവുകളൊക്കെ എങ്ങനെ വഹിക്കും? അത് ഇതിനോട് ക്രേസുള്ള കുറേ ആളുകളാണ് തന്നെത്താൻ വഹിക്കും. ഇതിപ്പം എല്ലാവരും അവനാണ്ട് കഴിയുന്ന കോലത്തിൽ എല്ലാവരും അതിൻ്റെ ഫണ്ടുകൾ എടുക്കും. പട്ടികളെ നോക്കാം. അപ്പോൾ അവരുടെ വീട്ടിലാണ് പട്ടിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുഡുകൾ കാര്യങ്ങൾ അവർ കൊടുക്കും. അതുമാതിരി നമ്മൾ വെടിവെക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലവ്, പിന്നെ ഫുഡിൻ്റെ ചിലവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരാ വെച്ചാൽ അങ്ങനെ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും വെക്കാറില്ല. പട്ടികൾ പ്രത്യേകം ബ്രീഡുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ബ്രീഡുകളാണ് നിങ്ങൾ ഉള്ളത്? ഇപ്പോൾ ബ്രീഡുകൾ കറക്റ്റ് നമ്മൾ ശരിക്കും ഹണ്ടിങ് ബ്രീഡ്സ് ഉണ്ട്. അത് പിന്നെ പിറ്റ്ബുള്ള്, ഇന്ത്യൻ ബ്രീഡും ഉണ്ട്. കുറേ കാരവണ്ണുണ്ട്, അങ്ങനെ ചിപ്പിപ്പാറ, കൊമ്പയൊക്കെ ബ്രീഡുണ്ട്. അവർക്ക് അതിലേറെ നല്ലത് നമ്മുടെ നാട്ടിൽ ക്രോസ് ബ്രീഡുകളായിട്ടുള്ളത്. നാട്ടിലെ ഇനങ്ങൾ, നാടൻ നായർ ക്രോസ് ചെയ്ത ലാബ്രഡോറോ ഇതിൻ്റെ ക്രോസ് ഐറ്റംസ് ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധി ഉണ്ടാവും. എന്നാൽ നാടൻ നായയുടെ സൗകര്യം കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യമായിട്ട് നമ്മൾ ഇതാക്കും. പിന്നെ പ്രത്യേകം ചെയ്യുന്നുണ്ടോ അങ്ങനെ ക്രോസ് ബ്രീഡിങ്? അല്ല, നമുക്ക് അങ്ങനെ ഓരോ കാലത്തുനിന്ന് കിട്ടില്ല. ഇങ്ങനെ വലിയ പട്ടികളെ കാണുമ്പോൾ നമ്മൾ അവർ ഓരോ കാലത്തുനിന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടുണ്ടാവും ഈ ഫ്രീ അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവരും. പിന്നെ ചിലർ കൊടുക്കും, വിൽപ്പനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തരും. അങ്ങനെ വാങ്ങിക്കൊണ്ടുവരും. നമുക്ക് എന്തുകൊണ്ടാണ് പന്നിയെ കൊല്ലേണ്ടി വരുന്നത്? പന്നിയെ കൊല്ലേണ്ടി വരുന്നത് പന്നി കൃഷി നശിപ്പിക്കുന്നു. ക്രമാതീതമായി പെരുകിയിട്ട് ജനങ്ങളെ ജീവൻ സ്വത്തും പിന്നെ കൃഷിക്ക് നാശം വരുത്തുമ്പോൾ വേറെ മാർഗമല്ലല്ലോ. അല്ല, ഇവർ പിടിച്ചിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ സർക്കാരിനോട് എന്തായാലും കഴിയും. പിന്നെ പട്ടികളൊക്കെ ഇവർ വന്യകരണം നടത്താറുണ്ട്. അതിനും കഴിയില്ല ഇപ്പോൾ. അപ്പോൾ അത് കൊല്ലം നിർബന്ധ കൃഷി ആൾക്കാർ കൃഷി സംരക്ഷിക്കാനും. പിന്നെ അപകടങ്ങൾ എത്ര ഉണ്ടാവുന്നത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി തട്ടിയിട്ട് ആളുകൾ പരിക്കേറ്റും ആൾ മരണം വരെ സംഭവിക്കുന്ന കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരം ഇവർ എണ്ണം കുറക്കാന്നുള്ളതന്നെ. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള കൃഷികളാണ് വ്യാപകമായിട്ടുള്ളത്? ഇവിടെ കപ്പ ഉണ്ട്. ഇപ്പോൾ കാര്യം റബ്ബറാണ്. റബ്ബറിൻ്റെ തൈ വരെ അവർ കടിച്ചു മുറിക്കും. കംപ്ലീറ്റ് കടിച്ചു മുറിച്ച് കേടാക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ് ചെയ്ത കുറച്ച് പ്ലാവും തൈ ഉണ്ട്. അതെല്ലാം കടിച്ചു മുറിച്ചിട്ട് കേടെടുത്തി. നെല്ലുണ്ടാക്കിയിരുന്നു അവിടെ. നെല്ല് ഇതുപോലെ ഈ കതിര് വന്ന ടൈമിൽ തന്നെ പന്നിക്കൂട്ടം കയറിയിട്ട് കേടാക്കി. ഒരു ദിവസം മാറി നിന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ വരില്ല. ഇവർക്ക് അങ്ങനെ നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്തുള്ള ഒരാൾ പുതിയൊരാളവിടെ ഉണ്ടെങ്കിൽ ആ വഴിക്ക് സാധനം വരില്ല. പുതിയൊരാളെ സ്മെല്ല് കിട്ടിയാൽ വരില്ല.
പോണ വഴിയിൽ ഇപ്പോൾ ഒരു കമ്പി കിട്ടിയാൽ ആ വഴിക്ക് കുറച്ച് ദിവസം വരില്ല. പിന്നെ അത് പരിചയമായ അത് കുത്തി മറിച്ചിട്ട് വരും. അങ്ങനെയാണ് സിസ്റ്റം. ഭയങ്കര ശ്രദ്ധിക്കുന്ന ആൾക്കാർ. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ കൂടെ വന്നവരെ ഈ പന്നിയെ ഇളക്കി വിടാനുള്ള ഒരു നിങ്ങൾ തെളിക്കൽ എന്ന് പറയുന്നത് അത് പട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാണ്. അവർ ഒറ്റക്ക് പോകാൻ നമുക്ക് ധൈര്യം കമ്മില്ലോ. അപ്പോൾ കൂടെ നമ്മുടെ ആളുകൾ വടിയിൽ വെച്ചിട്ട് സൗണ്ട് ഇട്ടിട്ട് കൂടെ ചാടിക്കാൻ വേണ്ടിയുള്ള സൗണ്ടാണ് ഇടുന്നത്. ഒറ്റ മിന്നലെ കണ്ടു. ഇങ്ങനെ മിന്നി നേരെ അവിടെ ആളുണ്ട്, റബ്ബറിൽ നിന്ന് കയറിക്കണ്ട്. കാട് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറം നിൽക്കണം. നമ്മൾ ഇത് സ്ഥലപരിമിതി കൊണ്ടാണ് ഇങ്ങനെ ഓടി അപ്പുറത്ത് കയറി പോകുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് പന്നി ഓട്ടം കഴിഞ്ഞ് കുറച്ച് സ്പീഡ് കമ്മിയായിട്ട് വരും. ഇത് ചാടുന്നവർ തന്നെ ആകുമ്പോൾ കറക്റ്റ് സ്പോട്ടിൽ കിട്ടണം. ഇതിപ്പോൾ നമ്മളെ കണ്ടാൽ തോന്നുന്നു ആ തിരിച്ചു ഓടി അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി കയറി പോയി. ചെവി ഒടിഞ്ഞിട്ട് ചെവി നേരെയല്ലേ? ശരിക്കും കാഴ്ചക്ക് നല്ലൊരു രൂപമല്ലല്ലോ. രണ്ടുപേരും നിൽക്കുമ്പോഴല്ലോ കാണാൻ ഭംഗി. ഇത് ശരിക്കും ലക്ഷണം ഉള്ള നായാണ് നമുക്ക് പറയുമ്പോൾ. ആ സ്മെല്ലിന് പിന്നെ ഓടണം. അന്ന് പോയ സ്മെല്ലിന് കുറെ തൊഴിൽക്കാരനാകുമ്പോൾ ശരിക്കും വരിക്ക് നിന്നിട്ട് ഒരു ഏരും വിടാതെ വടിച്ചടിച്ചടിച്ച് തൊളിച്ച് പോകുമ്പോഴാണ് ശരിക്കും പന്നി. ഇത് ചിലപ്പം എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ടാവും. എന്നിട്ട് അടഞ്ഞ കാണാൻ ചെറിയ ആളാകുമ്പോൾ പന്നി വീണ് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഫൈറ്റ് ആവും. ചില പട്ടികൾ വേഗം പന്നിന് വീണ വേഗം പട്ടികളെ പിടിക്കും. അല്ലെങ്കിൽ ഇതിനെ കടിച്ച് കടിക്കാൻ നോക്കും. പട്ടികളെ മാറ്റാൻ പിടിക്കണം. അപ്പോൾ പന്നിക്ക് ഈ ഗർഭമുള്ള ടൈമായി തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവർ കൂട് കൂട്ടുമെന്ന് വെച്ചാൽ ഈ പൊന്തകളൊക്കെ ചപ്പ് കടിച്ച് മുറിച്ചിട്ട് കൊണ്ടുപോയി സ്ഥലത്ത് ഡംപ് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ മട ഉണ്ടാക്കിയിട്ട് അവിടെയാണ് പ്രസവിക്കുന്നത് പന്നി. 12-14 കുട്ടികളുണ്ട്. നേരത്തെ പറഞ്ഞതൊരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലക്ക് ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ജീവിതം കൂടി കഴിഞ്ഞുകൂടണല്ലോ. അത്തരത്തിലുള്ള പ്രതിഫലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വേജോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നാട്ടിൽ ഇവിടെ നമ്മുടെ പരിസര പ്രദേശങ്ങൾ മാത്രമേ ഇടവണ്ണ പത്തിപ്പിൽ നമ്മുടെ ഏരിയയിൽ മാത്രമാണ് പോകാറുള്ളൂ. കാരണം ഒന്നാമത് ഞാൻ അതിന് ആയിരത്തൊന്നും എക്സ്പെൻസ് വാങ്ങാറില്ല, പൈസ ഒന്നും വാങ്ങാറ്. നാട്ടിൽ സേവനം എന്നുള്ള നിലക്ക്. കാരണം ഇത് ഒരു ദിവസം എൻ്റെ ഒരു കൂടെ പഠിച്ച ആൾ ഇപ്പോൾ കുറച്ച് മുമ്പ് കൊറോണ സമയത്ത് മരിച്ചു. ആൾ വീട്ടിൽ പാമ്പുണ്ട് പറഞ്ഞിട്ട് പിന്നെ കിണറ്റിലാണ്. ഞാൻ കുറേ കിണറ്റിക്ക് ഇറങ്ങാതെ കുടുക്കിട്ടെടുക്കാൻ നോക്കുമ്പോൾ ചെറിയ പാമ്പായിരുന്നു, മൂർക്കനാണ്. അപ്പോൾ ഇത് എങ്ങനെയായിട്ടും ചുള്ളു എന്ന് പറയും, കുടുക്കിട്ടിട്ട് മുറുകി കിട്ടില്ല. അവസാനം ഞാൻ കിണറ്റിക്ക് ഇറങ്ങി പിടിച്ച് എൻ്റെ ഹെഡ്ഫോൺ വെള്ളത്തിൽ ചാടി 3000 ഹെഡ്ഫോൺ നാശമായി പോയി. ഇറങ്ങി ഞാൻ പാമ്പിനെ പിടിച്ച് കയറി വന്നു. ഓപ്പറേഷൻ ഉണ്ടപ്പോൾ ഞാൻ വാങ്ങാതെ പോന്നു. എന്നിട്ട് ഇവണ്ട് 1 കിലോ ചിപ്സും വേറെന്തൊക്കെയോ ഇതെങ്കിൽ കുട്ടിയൊക്കെ കൊടുക്കും എൻ്റെ സന്തോഷത്തിന്. ഈ വാങ്ങാതെ പോയിട്ട് ഇടങ്ങേറെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു പോയി. നാട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ സേവനം നിലയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം ഇത് പിടിക്കുമ്പോൾ ഇവരൊരു സന്തോഷമുണ്ട്, ഇവരിതും രക്ഷപ്പെട്ടൊരു സന്തോഷം. ഓരോരുത്തർ പറയുമ്പോൾ എൻ്റെ വൈഫിനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ജീവൻ്റെ പ്രശ്നമല്ലേ. പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ അവരോട് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ ശേഷം എന്നോട് അങ്ങനെ പോകണ്ടെന്നുള്ള ഇതൊരു എന്നെ പറഞ്ഞിട്ട്. പാമ്പ് പറഞ്ഞ സാധനം എല്ലാവർക്കും പേടിയാണ്. കാരണം ചേരയാണോ നീർക്കോലിയാണോ വിഷമില്ലാത്ത അനവധി പാമ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ നമ്മളിനി വിഷമില്ലാണോ അല്ലാത്തതാണോ അറിയാതെ നമ്മൾ പോയിട്ട് ഏതായാലും അതിനെ പിടിച്ചു കൊണ്ടുവരാം. വേട്ടയാടൽ പലപ്പോഴും നായക പരിവേഷം നൽകുമ്പോൾ കുഞ്ഞിപ്പക്ക് അതൊരു സാമൂഹ്യ പ്രവർത്തനം മാത്രമാണ്. ജീവഹാനി സംഭവിക്കുന്നിടത്ത് ജീവൻ രക്ഷിക്കുക, കൃഷിയെ സംരക്ഷിക്കുക, കർഷകരെ സംരക്ഷിക്കുക, പക്ഷി വളർത്തൽ, മരം നട്ടുവളർത്തൽ, ഇങ്ങനെ സന്തുലിതാവസ്ഥയിൽ പ്രകൃതി സംരക്ഷണവും സന്നദ്ധ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന കുഞ്ഞിപ്പക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.